അതിനിടയിലാണ് പാലക്കാട് ധോണി മൂലപ്പാടത്ത് പുലി ഇറങ്ങിയ നാട്ടുകാർ പറയുന്നത്. പ്രദേശത്ത് പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തി. നേരത്തെ ഇതേ വീട്ടിലെ വളർത്തുനായയെയും പുലി ആക്രമിച്ചിരുന്നു. വനം വകുപ്പ് ഇടപെടൽ കാര്യക്ഷമമല്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി. പശുവിനെ കാണാത്തതിനെ തുടർന്ന് മൂലപ്പാടം സ്വദേശി ഷംസുദ്ദീൻ നടത്തിയ പരിശോധനയിൽ തോട്ടിൻകരയിൽ പുലി പശുവിനെ ഭക്ഷിക്കുന്നത് കണ്ടെത്തുകയായിരുന്നു. വീട്ടിൽ നിന്ന് 500 മീറ്റർ അകലെയാണ് പുലിയെ കണ്ടത്. ഷംസുദ്ദീനെ കണ്ടതോടെ പുലി പശുവിനെ ഉപേക്ഷിച്ച് മറഞ്ഞു. നേരത്തെ ഷംസുദ്ദീന്റെ വീട്ടിലെ വളർത്തുനായയെയും പുലി ആക്രമിച്ചിരുന്നു. അന്ന് മേഖലയിൽ കൂട് സ്ഥാപിച്ചിരുന്നെങ്കിൽ പുലി പിടിയിലാകുമായിരുന്നുവെന്ന് ഷംസുദ്ദീൻ പറയുന്നു. കഴിഞ്ഞ 1 മാസം മുൻപ് നമ്മുടെ വീട്ടിൽ വന്ന് പട്ടിയെ പിടിച്ചിട്ട് പോയി പുലി. എന്നിട്ട് ഇതേമാതിരി ഞങ്ങൾ RRTയെ വിളിച്ചറിയിച്ചു. മറ്റേ അവർ വന്ന് നോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട് വയ്ക്കാന്നൊക്കെ പറഞ്ഞു. കൂട് വെച്ചത് 1 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അന്ന് ഈ കൂട് ഇവർ അനാസ്ഥ കാണിക്കാതെ ഇവിടെ തന്നെ കൊണ്ട് വെച്ചാണെങ്കിൽ ഒന്നും ഇത് സംഭവിക്കില്ലായിരുന്നു. കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുന്നതിനിടയിലാണ് ധോണിയിൽ പുലിയുടെ സാന്നിധ്യം കൂടി നാട്ടുകാർക്ക് തലവേദനയാകുന്നത്. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയാൻ വനംവകുപ്പ് ഇടപെടൽ നടത്തിയില്ലെങ്കിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. വനംവകുപ്പിന് മറ്റെല്ലാ കാര്യങ്ങൾക്കും അവരുടെ വനത്തിനകത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അവർക്ക് വേണ്ടുന്ന മൂടിക്കും സൗകര്യങ്ങൾക്കും ചെലവഴിക്കാൻ പണമുണ്ടെന്നിരിക്കെ വന്യമൃഗങ്ങളെ അതിനകത്ത് സംരക്ഷിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് തന്നെ പോകേണ്ടി വരും ജനങ്ങൾക്ക് എന്നുള്ളതാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. വനംവകുപ്പ് RRT സംഘങ്ങൾ സംഭവസ്ഥലത്ത് പരിശോധന നടത്തി. മേഖലയിൽ കൂട് സ്ഥാപിക്കാനാണ് വനംവകുപ്പ് തീരുമാനം. 24 പാലക്കാട്.